ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഒരു തരം നരഭോജി മീനുകൾ ഉണ്ടായിരുന്നു. അതാണ് പിരാന. ഈ മീനുകളെ കുറിച്ചുള്ളൊരു ഫിലിം 2010 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പടം ഞാൻ തിയേറ്ററിൽ പോയി കാണണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എന്താ വെച്ചാൽ ഈ പടത്തിന് കയറുന്ന ആരും കണ്ടിട്ടില്ലെങ്കിലും ഇറങ്ങുന്ന ചിലപ്പോൾ എല്ലാവരും കണ്ടെന്ന് വരും. അപ്പം എന്തായാലും വീട്ടിൽ പോയി പറയും ചെയ്യും. എന്ന് വെച്ചാൽ പടത്തിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ആ ലെവലിൽ ഇടിച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു ഭൂകമ്പം ഉണ്ടാവും. അതിൻ്റെ ഫലമായി ആ ഭാഗത്തുള്ള ഒരു നദിൻ്റെ അടിയിൽ ഒരു വിള്ളൽ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ വേറെ നദി ഉണ്ടാവും. ആ പാതാള നദിയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഇല്ലാതായി പോയെന്ന് വിചാരിച്ചിരുന്ന ഈ മീനുകൾ, പിരാന മീനുകൾ നേരെ ഭൂമിക്ക് മുകൾക്ക് വരും, ഉപരിതലത്തിലുള്ള നദിക്ക് വരും. അങ്ങനെ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പടത്തിലുള്ളത്. ഭയങ്കര ഭീകര സീനുകളാണ് ഈ പടത്തിലുള്ളത്. കുട്ടികൾക്ക് ഈ പടം കാണാൻ പാടില്ല എന്നുണ്ട്. എന്താ വെച്ചാൽ 80+ മൂവിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിലുണ്ട്. പ്രത്യേകം കുട്ടികൾക്ക് 18 വയസ്സിലുള്ള താഴെയുള്ള ആളുകൾക്ക് ഈ പടം കാണാൻ പാടില്ല. അത് അങ്ങനെയാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഭീകര ദൃശ്യങ്ങൾ ഈ പടത്തിലുണ്ട്. ഈ മീനെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ സ്മെല്ല് കിട്ടിയ ഭാഗത്തേക്ക് വരും. ആ മനുഷ്യനെ പച്ചക്ക് കഴിക്കും, ജീവനോടെ പച്ചക്കണ് കഴിക്കും. ഇതിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഇവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റുള്ള പടങ്ങളിലൊന്നും ഞാൻ ഇവരെ കണ്ടതായി ഓർക്കണില്ല. ഇതിലൊരു നടിയുണ്ട്, ഒരു നായകനൊക്കെ ഉണ്ട്. അവരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നടനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നായകനും ഉണ്ട്, പക്ഷെ നടനെ കാണാൻ നല്ല പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഇതിലുള്ള ഒരു പോലീസ് ഓഫീസർ ഈ മീനിനെ പിടിച്ചിട്ട് ഒരു സയന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഇത് ഏത് ടൈപ്പ് മീനെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. ഈ സയന്റിസ്റ്റ് ഈ മീനെ കണ്ടുമ്പോൾ ഞെട്ടും. അപ്പോൾ ഈ സയന്റിസ്റ്റാണ് ഇവരോട് പറയാ 20 മില്യൺ ഇയേഴ്സ് അഗോ ഈ മീനുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നശിച്ചു പോയി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവര് എങ്ങനെയാണ് തിരിച്ചു വന്നതെന്നുള്ളത് ഇവർക്കറിയില്ല. പിന്നെ രണ്ടാമത്തെ പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയും മച്ചില്ല, പണം പൊട്ടിയിട്ടുണ്ട്.